എന്റെ പൊന്നു ചങ്ങാതി, ഈ നിസ്സാരമായിട്ടുള്ള ഒരു പണിക്കാണ് നിൽക്കേണ്ട ആൾക്കാരൊക്കെ പാടെ വിളിച്ചോണ്ട് പോണത്. എന്റെ വാസൂട്ട് ഞാൻ ഇതിന് ഇൻട്രസ്റ്റ് എടുത്ത എന്താന്ന് എനിക്കറിയാമോ? ഇതൊന്നാമത്തെ നമ്മുടെ നാട്ടുകാരല്ല. പുള്ളി എങ്ങാട്ടൊന്നും വന്ന് ഇവിടെ ആ വീട് മേടിച്ച് താമസിക്കുകയാണ്. പുള്ളിയുടെ മോന ഇവിടുത്തെ നമ്മുടെ SBIയുടെ മാനേജറും. മനസ്സിലായ? നല്ല പൂത്ത കാശുള്ള പാർട്ടിയാണ്. ഈ അടുത്തങ്ങാണ്ട് അവന്റെ കല്യാണമായിട്ടുണ്ട്. അപ്പൊ ആ മേടിച്ച വീട്ടില് കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളും ഉണ്ട്. പറയണ പൈസയും കിട്ടും. എന്നാ ജോസിച്ചേട്ടൻ മുട്ടിച്ചെന്നൊരു കേസാണ്. ഞാൻ ഇവരെ കണ്ടിട്ടൊന്നുമില്ല. ജോസിറ്റി അപ്പൊ ഒരു 5000 രൂപ അഡ്വാൻസ് മേടിക്കും. പിന്നെ നീ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുള്ള ശില്പിയല്ലേ, 10000 കിട്ടുന്ന അഡ്വാൻസ്. പൊട്ടത്തിറക്കെ പറഞ്ഞോണ്ട് ഈ ചെല്ലണതിന് മുമ്പ് നിസാര പണിയൊന്നും നിശ്ചയിക്കണ്ട. അതിന്റെ അകത്ത് കയറിയിട്ട് അത് പൊളിഞ്ഞിരിക്കണേണ്, ഇത് പൊളിഞ്ഞിരിക്കണേണ്, ഇവിടെ ഒരു ഗണപതിനെ കൊത്തിയാൽ ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കണക്കൊക്കെ നോക്കി വെച്ച് അങ്ങോട്ട് പേടിപ്പിക്കും. മനസ്സിലായ? എന്നിട്ട് ആ കല്യാണത്തിന്റെ തലേദിവസം വരെ അവിടെ അങ്ങാട് കിടന്ന് മെഴുകണം. ഇത്ര ആള് പോരെ, ഒരു 10 ആളെയും കൂടി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തലേണ്ണി കാശ് മേടിക്കും. അല്ലാതെ ഒരു പണി അങ്ങാട് കിട്ടുമ്പോ തന്നെ ചെറുതാണാ വലുതാണാ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ആളെന്ന് சொல்லிட்டு ഒരു 10000 രൂപ അഡ്വാൻസ് മേടിക്കേ. അണ്ണാ ഞാൻ കാര്യം പറയാം, ആവശ്യമില്ലാത്ത വർത്താനം അവിടെ ഇരുന്ന് പറയരുത്. അളിയാൻ പറയണ അനുസരിച്ചാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി മിണ്ടാതെ നിൽക്കുക. എങ്ങനെ പോയാലും 10 ദിവസം പണി ഉണ്ടാവും. അതിന്റെ പൈസ എന്തെങ്കിലും വല്ലതും കിട്ടുമ്പോൾ തരും കേട്ടാ. അതെന്തായാലും അവൾക്ക് അയച്ചു കൊടുക്ക്. എന്റെ കയ്യിലെ കാശൊന്നും തരണ്ട. പിന്നെ എത്ര കാശ് കിട്ടിയാലും ഞാൻ ചെലവ് ചെയ്യും. തമിഴ്നാട്ടിലെ ലോട്ടറി സീറ്റ് ഇല്ല, കേരളത്തിൽ ലോട്ടറി സീറ്റ് இருக்குது. காசு கையில் கிடச்சா அப்பா டிக்கெட் எடுக்கும். நீ உன் தங்கச்சிக்கு அழைச்சு கொடுத்துரு. எனக்கு ஏதோ வட்ட செலவுன்னு தந்தா போதும். சரியா? அப்பா பெரிய സാറേ, ആളുണ്ട്. അലിയാ, இந்த அலுமினியை மாத்திட்டு இதெல்லாம் மரத்தின் ஆக்க சொல்லு. ഇതിലെല്ലാം കൊത്തുപണി വെച്ചു വെച്ചുക്കോ. 10 നാൾ നമുക്ക് വേല ചെയ്യலாம். ഏയ് ആ സഞ്ജുണ്ട് പിടിച്ചടാ. ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞാൽ പറഞ്ഞ് വീട്ടിലേക്ക് വിടും. ഒന്നും പേശ മാട്ടേൻ. സാറേ പറ, ചെരുപ്പ് പറ. നമസ്കാരം. ജോസൂട്ടി എല്ലാരും എത്തി. പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ സാർ എന്താ പണി എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തോളും. ഈ സ്റ്റെയർ കേസ് ഇത് മെറ്റലൊന്ന് മാറിയിട്ട് മരത്തിന്റെ ആക്കണമെന്ന്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ്, ഈ റെയിൽസ്, സ്റ്റെയർ കേസ്, പിന്നെ അകത്തുള്ള എല്ലാ വാതിലെല്ലാം പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കൊടുത്ത് കുറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു വേണം. പിന്നെ വേറെ പണി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. യാതൊരു കോംപ്രമൈസും ഇല്ല അതിനകത്ത്. സാറ് എന്താ പണിയെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തോളൂ. ശരി ശരി. എന്തിനാണ് അവർ ഓടിയത്? தெரியல சார். அவருக்கு எது ஓடுறாங்க? അവരുടെ പണിക്ക് വന്നവരല്ലേ? நானும் வேலைக்கு வந்ததுதான். എന്തിനാ പിന്നെ പണിക്ക് വന്നവർ ഓടുന്നേ? தெரியல சார். ஜோசூட்டி ஓடுறாங்க, நானும் ஓடுறேன். കാര്യം പറഞ്ഞിട്ടോടെ எங்க போனீங்க? കാര്യം പറ. അയ്യോ എന്താ ഓടിയത്? എടാ, ഓടിയതുകൊണ്ട് എല്ലാറ്റിനും ജീവൻ കിട്ടി. എന്താ കാര്യം എന്താന്ന് വെച്ചാ നീ തെണ്ടി, നീ എന്നെ എവിടേക്കാ കൊണ്ടുപോയത്? എടാ അത് കോതമംഗലത്ത് സ്ഥലം മാറി വന്നാണ് ഒരു സാറാണത്. എന്നെ കൊല്ലം കൊണ്ടായത് നീ. എന്തിന്? അത് ആരാണ് നിന്റെ വിചാരം? ആരാണ്? അത് മല്ലികയുടെ ചെറിയച്ഛനാണ്. മല്ലികയുടെ ചെറിയച്ഛനാ? ആ, കോതമംഗലത്ത് സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണ്. അതിന് മല്ലികയുടെ ചെറിയച്ഛനാണ്. അമ്മേ, എനിക്ക് വയ്യ. എടാ, ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് മൂപ്പരല്ലേ. അന്ന് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അവർ വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര കച്ചറുണ്ടായില്ലേ. അന്ന് ഞാൻ അയാളെ 2 പടച്ചിട്ടുണ്ട്. അതൊക്കെ അയാൾ മറന്നു പോയിട്ടുണ്ടാവും. നീ ഏറ്റ പണി ചെയ്യാ. ഞാൻ പറഞ്ഞ് സംസാരിച്ച് ഞാൻ ക്ലിയർ ചെയ്തോളാം. എൻ്റെ അടുത്ത് കിട്ടിയ ആയിട്ട് അയാൾ മറക്കാനോ? വള്ളി പറഞ്ഞാൽ മതി. വാസൂട്ടി, നീ വരണ്ട. നീ ഒരു പണി, ഇവർ 5-6 പേരില്ലേ,
അവരൊന്ന് ഇണക്കിത്താ, ഞാൻ കൊണ്ടുപോയി അവിടെ നിർത്തട്ടെ, പണിക്ക് നിർത്തട്ടെ. ഞാൻ അഡ്വാൻസും മേടിച്ചു പോയി. എടാ ഇതിലാർക്കും പണി അറിഞ്ഞൂടല്ലോ. നീയല്ലേ പറഞ്ഞത് ഇവർക്കൊക്കെ തലെണ്ണം വെച്ചിട്ട് ഒരു 500 റുപ്യ കൊടുത്താൽ മതി, നമുക്ക് അവിടെ 1000 വാങ്ങിക്കാതെ. അങ്ങനെ വെറുതെ വിളിച്ചാണ്. എല്ലാ ഹെൽപ്പറാണ്. എല്ലാ ഉറപ്പുമാരാ. എന്റെ ദൈവമേ, അയാൾക്കാണെങ്കിൽ എന്റെ നമ്പറും കിട്ടിപ്പോയി. പോർക്ക, ഞാൻ നിന്നോട് ചോദിച്ചില്ല ഇത് ആരാണ് അറിയാമോ? ജോസിച്ചേട്ടൻ മുട്ടിച്ചാന്ന് വർക്കല്ലേ ഇത്? ആരാണ്, എന്താണ് അഡ്രസ്? ആദ്യം ചോദിക്കുമ്പോ പറഞ്ഞെന്താ കുഴപ്പം? എനിക്കറിയാമോ, ലോകം മുഴുവൻ വെച്ചിട്ട് നടക്കുന്നു. അതേ വരുന്നു. அண்ணா எவட போய் கிடக்குற நீ? என்ன எதுக்கு ஓடுறீங்க? எதுக்கு ஓடுறீங்க? நீங்க ஏன் என்ன விட்டுட்டு வந்தீங்க? நான் வர வழியில ஒரு நாய் என்ன கடிச்சு வந்துருச்சு. இந்த கடிச்சோ? இல்ல, நான் ஓடிடுச்சு. என்னாச்சு? எதுக்கு? ആകെ പ്രശ്നമാണ്. ആകെ പ്രശ്നമല്ല. ആരത്? അത് ശരിയാവില്ല, അവിടുത്തെ പണി നടക്കില്ല. എന്ന് പറഞ്ഞാൽ പഴക്കില്ല തന്നെ. അതാണ്. നാട്ടു പോവാ. என்ன காரியம் அது சொல்லு. അല്ലയാ, അത് മല്ലികയുടെ ചെറിയച്ഛൻ. அப்படியா? அப்படியா. ஏன்டா அந்த வீட்டுக்கெல்லாம் கூட்டிட்டு போன? நீ என்ன பண்றது? ഇനിയൊന്നും ചെയ്യാനില്ല, നാട്ടിൽ പോവാ. നാട്ടിൽ പോവാ, അടുത്ത ബസ്സിന് കയറുക. அல்ல, இன்னும் வேலை வேணாமா? அந்த ராஜன் கடையில் நான் ஒரு செட் லாட்டரி சீட்டு வாங்கி வச்சிருக்கிறேன். சாயந்தரம் 300 ரூபாய் தரேன்னு சொல்லிட்டு அந்த காசு கொடுக்கறதுக்கு என்ன பண்ணுவ? ഇതിന് എന്ത് ചെയ്യടാ? എടുത്തോ ഇങ്ങനെ വരും. ജോസൂട്ടിയുടെ വീടല്ലേ? അതെ, ആരാ? ജോസൂട്ടി ഉണ്ടോ? ഉണ്ട്, അകത്തുണ്ട്. ഒന്ന് വിളിക്കാം. ഇച്ചയാ, ഒന്നിങ്ങോട്ട് വരൂ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നത്. ആരാ? അറിയില്ല, ഒന്നിങ്ങോട്ട് വാ. സാറാരാ? ഞാൻ പരിചയക്കാരൻ. ഇച്ചയാ? സാറേ വരൂ. പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ്. ചായ വല്ലതും എടുക്കും? ഒന്നും വേണം, നീ പോയിക്കോ. ജോസൂട്ടി അന്ന് അവിടെ പണിക്ക് വന്നിട്ടേ അതിനെന്താ ഓടിക്കളഞ്ഞു? സാറേ, അത് പണിക്കാർ പെട്ടെന്ന് അങ്ങോട്ട് അടുത്ത് ഓടി. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി. അത് ആ കാര്യം അറിയാനായിട്ട് ഇയാളുടെ മൊബൈലിൽ ഞാൻ എത്ര തവണ വിളിച്ചത്? ഒരു തവണയെങ്കിലും അത് എടുത്തിട്ട് എന്താണ് കാര്യം എന്ന് എന്നോട് പറയണ്ടേ? സാറേ, അത് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈയുടെ കൂട്ടത്തില് ഒരു താടിക്കാരനുണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടപ്പോ ആ തോർത്തൊക്കെ എടുത്ത് മുഖം മറച്ച ഒരാള്. ഇല്ല, താടിക്കാരൻ. ആ താടിക്കാരനുണ്ടായിരുന്നു. അയാളെ ചെല്ലപ്പനാശാരിയുടെ മകനാണ്. അങ്ങനെ പറയുന്നുണ്ട്. ശരി. ഈ ഓടിയപ്പോ ഇതൊന്നും പറഞ്ഞില്ല? സാറേ, വാസൂട്ടിയാശാരിയാണത്. ആളും എടുക്കനാണ്. ഭാര്യയും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അമ്മയുണ്ട്. പിന്നെ നല്ല കൊത്തുപണിക്കാരൻ, നല്ല കലാകാരൻ. കൊത്തുപണിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. നല്ല മിടുക്കനാണ് സാറേ, അതുകൊണ്ടാണ് വിളിച്ചോണ്ട്. അവന്റെ മിടുക്കും എനിക്കറിയാം, നന്നായിട്ടറിയാം. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധമുള്ളത് അവൻ പറഞ്ഞോ? സൂചിപ്പിച്ച് പറഞ്ഞു. ശരി, അവൻ എവിടെ താമസം? അയ്യോ സാറേ, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല, ആളൊരു പാവം. ശരിയാ, ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല. എനിക്ക് അയാളെ ഒന്ന് കാണണം. അയാൾ എവിടെ താമസം? താമസിക്കുന്ന ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാല് ഈ സാർ ഇങ്ങോട്ട് കയറിയില്ലേ, ആ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ തിരുവിലൊരു ഓട്ടോറിക്ഷ ഷോപ്പ് ഉണ്ട്. അതിന്റെ തൊട്ട് സൈഡിലുള്ള മതിൽ. ശരി.